നല്ലൊരു പ്രോൺസ് ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാലോ. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഞാൻ അര കിലോ പ്രോൺസ് കഴുകി വൃത്തിയാക്കി അതിൻ്റെ അകത്തോട്ട് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഗരം മസാല 1/2 സ്പൂണ്, പിന്നെ നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിരിക്കുക. ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു അരമണിക്കൂർ അതവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഒരു ചീനച്ചട്ടിയിൽ 4 സവോള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത് അതൊന്ന് വഴണ്ട് വന്നതും അതിൻ്റെ അകത്തോട്ട് ഏതാണ്ടൊരു 4 സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുത്തു. ഒരു 3 തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി അതൊന്ന് മസാല പരുവത്തിലായി വരണം. അതാവുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് ഇന്നൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് 2 സൈഡും മാറ്റിയും തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഈ സമയത്ത് വഴണ്ട് വന്നിരിക്കുന്ന നമ്മളുടെ സവോളയുടെ കൂട്ടുണ്ടല്ലോ, അതിൻ്റെ അകത്തേക്ക് നമുക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, മുളക് പൊടി ഞാൻ ആവശ്യത്തിന് ഇട്ടിട്ടുള്ളൂ, എരിവനുസരിച്ചിടണേ, പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാലയും, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി നല്ലൊരു മസാലയാക്കി എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ 2 പച്ചമുളക് ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ചേർക്കാം. ഞാൻ ലാസ്റ്റിലേക്ക് അതിൻ്റെ പച്ചമുളകിൻ്റെ ടേസ്റ്റ് ഇറങ്ങാനാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് ചേർത്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു മസാലപ്പൊടി ചേർക്കുക. എന്നിട്ട് വെള്ളം കൂടെ ചേർത്ത് അതൊന്ന് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ചേർക്കുന്നത്. എന്നിട്ട് പ്രോൺസും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുക. എല്ലാം കൂടെ നന്നായിട്ട് ഫ്രൈ ആക്കി കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഇനി നമുക്ക് ഗീ റൈസ് ആക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഓൾ സ്പൈസസ് എല്ലാം കൂടെ നെയ്ക്കകത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം അതിൻ്റെ അകത്തേക്ക് അരി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്നുള്ള രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്ത് 2 രമ്പയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇതിൻ്റെ അകത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് ഒരു ക്യാരറ്റും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ലെമനും പിഴിഞ്ഞൊഴിക്കുക. ഇനി ഇത് റൈസായി വന്ന ശേഷം ഇനി അരിയും നമ്മളാക്കി വെച്ച മസാലക്കൂട്ടും കൂടെ ദം ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം 10 മിനിറ്റ് ഒന്ന് തീ ഓഫ് ചെയ്തിട്ടും വയ്ക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അടിപൊളി റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.